ഉത്തർപ്രദേശിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായി ഗംഗയിൽ മുങ്ങിയ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും മറ്റു മന്ത്രിമാരെയും പരിഹസിച്ച കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ രംഗത്ത്. യോഗിയും മറ്റു മന്ത്രിമാരും പോയി ഗംഗയിൽ കുളിച്ചതോടെ ഗംഗ ശുദ്ധീകരിക്കേണ്ട അവസ്ഥയിലായി എന്നാണ് തരൂരിന്റെ ട്വീറ്റ്. ഗംഗയിൽ അവർ മുക്കിക്കളഞ്ഞ പാപങ്ങളെ കൂടി കഴുകിക്കളയേണ്ട അവസ്ഥയാണെന്നും തരൂർ ട്വീറ്റിൽ പറയുന്നു. അതേസമയം തരൂരിന്റെ ട്വീറ്റിനെതിരെ മറുപടിയുമായി ബിജെപിയും രംഗത്തെത്തി. തരൂർ ആദ്യം സ്വന്തം പാപങ്ങൾ കഴുകിക്കളയട്ടെ എന്നായിരുന്നു യുപി മന്ത്രി സിദ്ധാർത്ഥ് നാഥ് സിംഗിന്റെ പ്രതികരണം. ശശി തരൂരിന് കുംഭമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്തറിയാം? അദ്ദേഹം കഴിയുന്ന ചുറ്റുപാട്, അദ്ദേഹം പാലിച്ചു പോന്ന സംസ്കാരം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുംഭമേളയും അതിന്റെ പ്രാധാന്യവും മനസ്സിലാവില്ല. ജനങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കുംഭമേളയ്ക്കിടെ സ്നാനം നടത്തി നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയൂ എന്ന് സിദ്ധാർത്ഥ് നാഥ് സിംഗ് വിമർശിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ കുംഭമേളയിൽ സ്നാനം നടത്തിയ ചിത്രങ്ങൾ ഷെയർ ചെയ്താണ് ചിലർ ശശി തരൂരിനെ വിമർശിക്കുന്നത്. അതേസമയം പ്രയാഗ്രാജിൽ നടക്കുന്ന അർദ്ധ കുംഭമേളയിൽ പങ്കെടുത്ത നരേന്ദ്രമോദി ഗംഗാ സ്നാനം നടത്തിയെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം പൊളിച്ചടക്കി സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു. 2004 മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നടന്ന ഉജ്ജയിൻ സിംഹസ്ഥ എന്ന ഹിന്ദു ആഘോഷത്തിൽ പങ്കെടുത്ത മോദിയുടെ ചിത്രങ്ങളാണ് ഗംഗാ സ്നാനം എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരുന്നത്. വി സപ്പോർട്ട് നാഷണലിസം എന്ന ഫേസ്ബുക്ക് പേജാണ് കുംഭമേളയിൽ മോദി ഗംഗാ സ്നാനം നടത്തിയെന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഇവർ ഇട്ട ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് മോദി ആരാധകരിൽ നിന്ന് ലഭിച്ചത്. നിരവധി ഫേസ്ബുക്ക് പേജുകളും വ്യക്തികളും ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രയാഗ്രാജിൽ നടക്കുന്ന അർദ്ധ കുംഭമേളയിൽ ഇതുവരെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഗംഗാ സ്നാനം നടത്തിയിട്ടില്ല. മോദി ഗംഗാ സ്നാനം നടത്തുന്നുവെന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന ദൃശ്യം മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നടന്ന ഉജ്ജയിൻ സിംഹസ്ഥ എന്ന ഹിന്ദു ആഘോഷത്തിലേതാണ്. 12 വർഷത്തിലൊരിക്കലാണ് ഉജ്ജയിനിലെ ക്ഷിപ്ര നദീതീരത്ത് ഈ ആഘോഷം നടക്കുക. ഗൂഗിളിന്റെ റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് മോദിയുടെ കുംഭമേള സ്നാനം ടെക്കികൾ പൊളിച്ചടുക്കിയത്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെയാണ് ഈ ആഘോഷത്തിൽ പങ്കെടുത്തത്. ഇത്തവണത്തെ കുംഭമേളയ്ക്ക് ജനുവരി 15-ന് തുടക്കമായി. മാർച്ച് 4-നാണ് കുംഭമേള സമാപിക്കുക. അതിനിടയ്ക്ക് കോടിക്കണക്കിന് ആളുകൾ പ്രയാഗ്രാജിൽ വന്നു പോകും. ഇത്തവണ കുംഭമേള വഴി ഉത്തർപ്രദേശിന് 1.2 ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 4200 കോടി രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇത്തവണ കുംഭമേളയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നത്. 2013-ലെ മഹാകുംഭമേളയ്ക്ക് ചെലവഴിച്ചതിനേക്കാൾ 3 ഇരട്ടിയാണിത്. 3 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന കുംഭമേള 4 ഇടങ്ങളിലായാണ് നടക്കാറുള്ളത്. ഗംഗാ നദിയുടെ തീരങ്ങളായ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഗോദാവരിയുടെ തീരമായ നാസിക്, ഉജ്ജയിനിയിലെ ക്ഷിപ്ര എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ഹൈന്ദവർ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് മോക്ഷം നേടുന്നു എന്നതാണ് കുംഭമേളയിലെ വിശ്വാസം. 4 മേളകളാണ് പരമ്പരാഗതമായി കുംഭമേളയായി കണക്കാക്കുന്നത്. കുംഭം എന്ന വാക്കിനർത്ഥം അമൃതം എന്നാണ്. ദുർവാസാവിന്റെ ശാപം മൂലം ജരാനര ബാധിച്ച ദേവന്മാരെ അസുരന്മാർ ആക്രമിക്കുകയും ഇതിൽ നിന്ന് മുക്തി നേടാൻ പാലാഴി കടയുകയും ചെയ്തു. അമൃത് നേടിയ ദേവന്മാർ അസുരന്മാർക്ക് നൽകിയില്ല. ഇതറിഞ്ഞ അസുരന്മാർ ദേവന്മാരെ 12 ദിവസം പിന്തുടർന്നു. ഇപ്പോൾ കുംഭമേള നടക്കുന്ന 4 ഇടങ്ങളിലായിട്ടാണ് അന്ന് അമൃത് പതിച്ചത്. അതിനാലാണ് കുംഭമേള നടക്കുന്നതെന്നാണ് ഐതിഹ്യം. 2000 വർഷം പഴക്കമുണ്ട് കുംഭമേളയ്ക്ക്. ചൈനീസ് യാത്രികനായ ഹുവാൻസാങ്ങിന്റെ ലിഖിതങ്ങളിൽ കുംഭമേളയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പരമ്പരാഗതമായി കുംഭമേളയിൽ പങ്കെടുക്കുന്ന അഘോരികൾ എന്നറിയപ്പെടുന്ന സന്യാസി സംഘങ്ങളുടെ ഘോഷയാത്രകളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.